कांग्रेस पार्टी के सब कार्यकर्ताओं को, सब नेताओं को और जो हमारे सब नेताओं ने कर्नाटक में काम किया उनको बधाई और धन्यवाद देता हूं। देखिए, कर्नाटक के चुनाव में एक तरफ क्रोनी कैपिटलिस्ट की ताकत थी, दूसरी तरफ गरीब जनता की शक्ति थी और शक्ति ने ताकत को हरा दिया। और यही हर स्टेट में होगा। कांग्रेस पार्टी कर्नाटक में गरीबों के साथ खड़ी हुई, हम गरीबों के मुद्दों पर लड़े। और मुझे सबसे अच्छी बात यह लगी कि हमने नफरत से, गलत शब्दों से ये लड़ाई नहीं लड़ी। हमने मोहब्बत से, प्यार से, दिल खोल के ये लड़ाई लड़ी। और कर्नाटक की जनता ने हमें दिखाया कि ये देश मोहब्बत इस देश को अच्छी लगती है। कर्नाटक में नफरत की बाजार बंद हुई है, मोहब्बत की दुकानें खुली हैं। ये सबकी जीत है। सबसे पहले ये कर्नाटक की जनता की जीत है। हमने चुनाव में कर्नाटक की जनता से, गरीब जनता से 5 वायदे किए थे। मैंने अपने भाषण में कहा, खारगे जी ने भाषण में कहा, सब नेताओं ने भाषण में कहा था कि हमारे 5 वायदे हैं। हम इन वायदों को पहले दिन पहली कैबिनेट मीटिंग में पूरा करेंगे। मैं फिर से कर्नाटक की जनता को दिल से എബിയിലേക്ക് വീണ്ടും എത്തുകയാണ്. എബി, വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് മാധ്യമങ്ങളെ കാണുന്നത്. രാഹുൽ ഗാന്ധി വിജയത്തിൽ അദ്ദേഹം വളരെ സന്തുഷ്ടനാണ്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്? പ്രത്യേകിച്ച് പാവങ്ങൾക്കൊപ്പം നിൽക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു പിൻബലം, പാവപ്പെട്ടവരുടെ പിൻബലം കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചു, ദളിതരുടെ പിന്തുണ ലഭിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രസ്താവിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹം വഴിനീളെ പറഞ്ഞ കാര്യം തന്നെ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയായിരുന്നു ഇന്ന് ചെയ്തിരിക്കുന്നത്. വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കുകയാണ്. അതാണ് കർണാടകയിൽ കണ്ടത്. കർണാടകയിലെ വെറുപ്പിന്റെ കട പൂട്ടിച്ചിരിക്കുന്നു, ജനങ്ങൾ പൂട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, രാജ്യത്ത് ജനങ്ങളെ രണ്ടായി തിരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അവിടെ ഒരു ഭാഗത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്, മറുഭാഗത്തുള്ളത് കുത്തകകളാണ്. ഇത് അവർ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത്. അവിടെ സാധാരണക്കാർക്ക് വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും വെറുപ്പിന്റെ കട കർണാടകയിൽ പൂട്ടിച്ചിരിക്കുന്നു. ഈ വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറന്നു. അതാണ് കർണാടകയിൽ ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്തത്. നേരത്തെ ഈ ഭാരത് ജോഡോ യാത്രയിലെ തുടക്കം മുതൽ ഒടുക്കം വരെ അദ്ദേഹം ഈ കാര്യം കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. അത് ആവർത്തിക്കുക തന്നെയാണ് അദ്ദേഹം ഇന്ന് ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസം തന്നെയാണ് രാഹുൽ ഗാന്ധി ഉള്ളത്. നമുക്ക് കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ തിളക്കം അവരുടെ മുഖത്ത് കാണാൻ കഴിയുന്നത്. അത് ഈ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് വിജയം അതിന് കാരണമായിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ഈ കർണാടക തെരഞ്ഞെടുപ്പ് എത്രമാത്രം പ്രാധാന്യം ഉള്ളതായിരുന്നു കോൺഗ്രസിനും BJPക്കും എന്നത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന കാര്യമാണ്. കാരണം BJPക്ക് ആകെ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആകപ്പാടെയുള്ള ഒരു തുരുത്ത് മാത്രമായിരുന്നു കർണാടക എന്ന് പറയുന്നത്. അവിടെ നിന്നും BJPയെ പുറത്താക്കുന്ന, സൗത്ത് ഇന്ത്യയിൽ BJP മുക്ത സൗത്ത് ഇന്ത്യ എന്നുള്ള കോൺഗ്രസിന്റെ അവരുടെ ഒരു പോരാട്ടത്തിൽ അവർ നടത്തിയിരുന്ന ഒരു ക്യാമ്പയിൻ കൃത്യമായ രീതിയിൽ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ആദ്യഘട്ടങ്ങളിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ സമയത്ത് തന്നെ അവർ ഉയർത്തിയിരുന്ന മുദ്രാവാക്യം അതെന്തായാലും പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. സൗത്ത് ഇന്ത്യയിൽ BJPക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം കൂടി BJPക്ക് നഷ്ടമാകുന്നു. അത് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് BJP കണ്ടിരുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ്
അത്തരത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഏതാണ്ട് 10 ദിവസത്തിലധികമായി അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് 32 കിലോമീറ്ററിലധികമായി അവിടെ റോഡ് ഷോ നടത്തിക്കൊണ്ട് അമിത്ഷായെ പോലുള്ള ആളുകൾ കൃത്യമായ രീതിയിൽ പങ്കെടുത്ത് സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ, താരപ്രചാരകരെ ഇറക്കിക്കൊണ്ടുള്ള ക്യാമ്പയിൻ തന്നെയായിരുന്നു കർണാടകയിൽ BJP നടത്തിയിരുന്നത്. അത് അവർ എത്രമാത്രം ആ കർണാടകയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, കർണാടക പിടിക്കുന്നതിൽ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നതിനെ കൃത്യമായ രീതിയിൽ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു ആ പ്രചാരണ കാലഘട്ടങ്ങളിലെ ഇടപെടലുകൾ മുഴുവൻ. അതിനുശേഷം അവിടെ BJP നടത്തിയിട്ടുള്ള ക്യാമ്പയിനുകളെല്ലാം തന്നെ ഏത് വിധേനയും, അതായത് വർഗീയത കാർഡ് ഇറക്കിക്കൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ അവർക്ക് ഭരണം പിടിക്കാൻ കഴിയും. അതിന് തൊട്ടു മുമ്പ്, ഇന്ന് ഈ റിസൾട്ട് വരുന്നതിന് തൊട്ടു മുമ്പ് BJP പറഞ്ഞത് കുതിര കച്ചവടം ഞങ്ങൾ നടത്തും എന്ന തരത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയുള്ള പ്രതികരണമായിരുന്നു BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള നടപടികളിലൂടെ BJP പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ ജനാധിപത്യത്തിന്റെ വിജയം എന്ന നിലയ്ക്ക് ഇപ്പോൾ കോൺഗ്രസിന്റെ വിജയം അവിടെ ആഘോഷിക്കപ്പെടുന്നത്. എന്തായാലും കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്ന അവരുടെ ഐഡിയ, അവർ മുന്നോട്ട് വെച്ചിരുന്ന അവരുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ, അത് ജനങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിൽ സ്വീകരിച്ചു. അതിനനുസൃതമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ 10-ാം തീയതി ഉണ്ടായത്. ആ 10-ാം തീയതി ജനങ്ങൾ എഴുതിയ ആ വിധിയാണ് ഇന്ന് ഇപ്പോൾ ഈ സമയങ്ങളിലെല്ലാം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 137 സീറ്റുകളിൽ കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നു. 62 സീറ്റാണ് അവിടെ BJPക്ക് ഉള്ളത്. 21 സീറ്റിലേക്ക് JDS ചുരുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഒരു വലിയ വെല്ലുവിളി ഒന്നും തന്നെ ഇല്ലാതെ തന്നെ സർക്കാർ രൂപീകരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ കോൺഗ്രസിനുള്ളത്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ലെങ്കിൽ വളരെ വേഗം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കും. ഒപ്പം തന്നെ ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട നടപടി, MLA-മാരെ ബംഗളൂരുവിലേക്ക് ജയിച്ചവരെ ബംഗളൂരുവിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഒരു കുതിര കച്ചവടം ഇപ്പോഴും ഭയക്കുന്നുണ്ടോ കോൺഗ്രസ് പാർട്ടി? ആ നിലയ്ക്ക് തന്നെ ചില കാര്യങ്ങൾ, അത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത് എത്രമാത്രം പ്രാവർത്തികമാകും എന്നതാണ് ഇനി നമ്മൾ ഉറ്റുനോക്കേണ്ടത്. കാരണം 62 സീറ്റ് മാത്രമാണ് BJPക്കുള്ളത്. ഇവർക്ക് JDS-നുള്ളത് 21 സീറ്റ്. അത് എങ്ങനെ കൂട്ടിയാലും 83 സീറ്റുകൾ മാത്രമേ വരുള്ളൂ. ബാക്കി ഉള്ള 113ലേക്ക് എത്തണമെങ്കിൽ കോൺഗ്രസിൽ നിന്ന് നിലവിലുള്ള ആളുകളെ തിരിച്ചു വിളിക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവരെ നേടിയെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അത് കുറച്ചുകൂടി ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. കാരണം നിലവിൽ കോൺഗ്രസിന് അങ്ങനെ പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമില്ല. കാരണം കോൺഗ്രസ് നിലവിൽ ഭരണത്തിൽ തുടരാൻ ഇരിക്കുകയാണ്. അവർക്ക് കൃത്യമായ രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭൂരിപക്ഷം മറ്റാരേക്കാളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭീഷണി അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഭീഷണി പേടിക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ കോൺഗ്രസ് ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ കൂടുതൽ പേര് ഒരുപക്ഷെ BJP-യിൽ നിന്നും തിരിച്ച് കോൺഗ്രസിലേക്ക് ഒരുപക്ഷെ വന്നേക്കുമോ എന്നുള്ള തരത്തിലേക്കുള്ള ചർച്ചകൾ പോലും നിലവിൽ നടക്കുന്നുണ്ട്. കാരണം അധികാരം കോൺഗ്രസിന്റെ ഒപ്പമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പക്ഷത്തേക്ക് ഒരുപക്ഷെ BJP-യിൽ നിന്നും BJP-യിലെ പടലപ്പിണക്കങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിലെല്ലാം തന്നെ കണ്ടതാണ്. ആ പടലപ്പിണക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അവർക്ക് സ്ഥാനാർത്ഥി നിർണ്ണയം പോലും കൃത്യമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെ തന്നെയാണ് അവിടുത്തെ കർണാടകയിലെ BJP കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യം അപ്പാടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ BJP-യിൽ നിന്ന് ഒരുപക്ഷെ ആളുകളെ ഇങ്ങോട്ട് വരുത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ DK ശിവകുമാറിനൊക്കെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നടക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. നേരത്തെ ഓപ്പറേഷൻ ലോട്ടസ് എന്ന നിലയ്ക്ക് കോൺഗ്രസിന്റെ അടിത്തറ ഇളക്കുന്നതിന് വേണ്ടിയിട്ട് BJP നടത്തിയ ആ നടപടിക്രമങ്ങൾ, അത് DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ BJPക്ക് അത് തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ സ്ഥാനാർത്ഥി നിർണയവും അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ജഗദീഷ് ഷെട്ടാറിനെ പോലുള്ള ആളുകളെ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കാണിച്ചിട്ടുള്ള ആ ഒരു ചാണക്യ തന്ത്രം, അത് DK ശിവകുമാർ ഉള്ളിടത്തോളം കാലം ഒരുപക്ഷെ ഒരു തിരിച്ചടി ഇനി ഒരുപക്ഷെ കോൺഗ്രസിന് അവിടെ ഉണ്ടാവില്ല എന്ന് തന്നെ ആണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു റിസോർട്ടിൽ അല്ലെങ്കിൽ MLA-മാരെല്ലാവരും തന്നെ ബംഗളൂരുവിലേക്ക് എത്തണം എന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആ കോൺഗ്രസിന്റെ സൂം മീറ്റിംഗിൽ എല്ലാവരോടും കൃത്യമായി പറഞ്ഞിരുന്നതും ഈ നിലയ്ക്ക് തന്നെയായിരുന്നു. എല്ലാവരും എന്ത് സംഭവിച്ചാലും ഒപ്പം തന്നെ ഉണ്ടാവണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു റിസൾട്ടിന്റെ കാര്യത്തിൽ ഇത്തരത്തിലൊരു മൃഗീയ ഭൂരിപക്ഷം കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു പേടിക്കേണ്ട ഒരു സാഹചര്യം തന്നെ ഉണ്ടോ എന്നതിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. എന്തായാലും MLA-മാർ ബംഗളൂരുവിൽ എത്തും. നാളെ ഉച്ചയ്ക്ക് നിർണായകമായിട്ടുള്ള യോഗം ചേരും. അവിടെ ആ യോഗത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സംബന്ധിച്ചുള്ള ചർച്ചകൾ DK ശിവകുമാറോ എങ്ങനെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചനകൾ പുരോഗമിക്കുന്നത്?
നമ്മൾ നിരവധിയായിട്ടുള്ള ആളുകളോട് ഇതുമായി സംബന്ധിച്ച സമയത്ത് അവർ എല്ലാവരും പറഞ്ഞു തന്നെ ഈ ഹൈക്കമാൻഡിൻ്റെ ആയിരിക്കും അന്തിമ തീരുമാനം. ഹൈക്കമാൻഡ് ആരെ തീരുമാനിക്കുന്നോ അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണ്, കർണാടകയ്ക്ക് സ്വീകാര്യമാണ്, ഹൈക്കമാൻഡ് പറയുന്നത് കർണാടക അത് അക്ഷരം പ്രതി അനുസരിക്കും എന്നുള്ള ഒരു നിലപാടാണ് അവിടെയുള്ള പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അതിലൊരു തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ തർക്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാവണമായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ് ആ നിലയ്ക്കുള്ള ചില തർക്കങ്ങളെങ്കിലും ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും സിദ്ധരാമയ്യ അദ്ദേഹത്തിന് ഏറ്റവും സേഫായിട്ടുള്ള ഒരു മണ്ഡലം അദ്ദേഹത്തിന് കൊടുക്കുന്നു. അദ്ദേഹം അവിടെ വരുണയിൽ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടു കൂടി മത്സരിച്ച് വിജയിക്കുന്നു. ഒപ്പം തന്നെ DK ശിവകുമാറും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറി വന്നിരിക്കുന്നു. എന്തായാലും സിദ്ധരാമയ്യ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമവായത്തിനുള്ള നീക്കങ്ങൾ തന്നെയാവും ഈ ഇരുവരുടെയും ഭാഗത്തു നിന്നുണ്ടാവുക. ഒരുപക്ഷെ 2 ടേമായിട്ട് 2 പേരെ മുഖ്യമന്ത്രിമാരാക്കുന്ന നിലയിലേക്കോ അല്ലെങ്കിൽ അധികാരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പങ്കുവെക്കലുമായിട്ടോ ആ നിലയ്ക്കൊക്കെ തന്നെയാവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുക. എന്തായാലും ഹൈക്കമാൻഡ് ഈ ഒരു വിഷയത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കും. ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്ന നിലപാട് അനുസരിച്ച് തന്നെയാവും അവിടെ മുഖ്യമന്ത്രിയെ നിർണ്ണയിക്കുക. ഫിജി. ശരി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ വിജയവുമായി ബന്ധപ്പെട്ട KC വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിലേക്ക്